നമുക്ക് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ എക്സാമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ടേം അതുമായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ ആരാണ് പ്രോസിക്യൂട്ടർ? നമുക്കറിയാം, പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ക്രിമിനൽ കേസസ് കണ്ടക്ട് ചെയ്യുന്ന അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ ഓഫീസറെ പറയുന്ന പദമാണ് പ്രോസിക്യൂട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ മുമ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സേനയ്ക്ക്, നേരത്തെ CRPC, അതിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. അപ്പം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 അതിൻ്റെ പ്രൊവിഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ആ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ അതനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇങ്ങനെ ഈ റൂൾസും ഈ പറയുന്ന BNSL പ്രൊവിഷൻസും എല്ലാം നോക്കുമ്പം നമുക്ക് കാണാം പലതരത്തിലുള്ള പ്രോസിക്യൂട്ടർമാരുണ്ട് അല്ലേ. പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ APP അല്ലെങ്കിൽ നമ്മളിപ്പം എക്സാം എഴുതാൻ പോകുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെയുണ്ട്. ഇനി ഈ പറയുന്ന പോലെ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ തന്നെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ. അതിനകത്ത് ഈ പറയുന്ന പോലെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്, ദെൻ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ. അപ്പം ഇങ്ങനെ പല രീതിയിൽ പ്രോസിക്യൂട്ടർമാർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിൻ്റെ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാം BNSSൽ 3 സെക്ഷൻസ് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ്? ഒന്ന് സെക്ഷൻ 18, 19, 20. ഈ 3 സെക്ഷൻസ് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. അപ്പം സെക്ഷൻ 18 പ്രകാരമാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രോസിക്യൂട്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ അല്ലെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഏതാണ്? സെക്ഷൻ 18 പ്രകാരമാണ്. അപ്പം ഗവൺമെന്റിന് പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരം ഏതാണ്? BNSS സെക്ഷൻ 18 പ്രകാരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സെക്ഷൻ 19 പ്രകാരം എന്തുണ്ട്? അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. ഇനി അതുപോലെ തന്നെ സെക്ഷൻ 20 വരുമ്പോഴത്തേക്കും എന്താണ്? ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓഫീസ് എന്താണ്? ഗവൺമെന്റ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ പ്രോസിക്യൂട്ടർമാരുടെ എല്ലാം ഒരു സൂപ്പർവിഷന് വേണ്ടിയിട്ട്. ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ കേസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? അപ്പം സെക്ഷൻ 19 നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം APP, ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം പ്രകാരമുള്ള അപ്പോയിൻമെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യാം, ചില സാഹചര്യങ്ങളിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് കണ്ടക്ട് ചെയ്യാത്ത ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെ പോലും വേണമെങ്കിൽ നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ ചുമതല ഏൽപ്പിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന സെക്ഷൻസിലുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 19 BNSS ആണ്. പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 18 പ്രകാരമാണ്. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷന്റെ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 20 BNSS ആണ്. ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് എന്താണ് ഒരു പ്രൈമറി ആയിട്ട് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി നമുക്കൊന്ന് 3 സെക്ഷൻസ് നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ ഓർത്ത് വെക്കാം. താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം.